ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് ലാബൊന്നും അധികം ഉണ്ടായില്ല, ആകെ ഒരു 1 or 2 hours അതിൻ്റെ കാര്യം ഉണ്ടായുള്ളൂ. അപ്പോൾ ലാബ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സമയമുണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ലൊക്കേഷൻ അന്വേഷിച്ചിരുന്നപ്പം ഞങ്ങളിവിടെ സാധാ വെയിലൊക്കെ വരുമ്പം വെയിൽ കൊള്ളാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട്. ഐ തിങ്ക് ഇത് ഞങ്ങളുടെ ഗോൾഫ് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. സോ ഗോൾഫ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ തണലത്ത് ഞാൻ വന്നിരിക്കും. ചെറിയ തോതിൽ സൺലൈറ്റ് കിട്ടും, എന്നാൽ തണുപ്പുണ്ട്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വാർമിംഗ് ക്ലൈമറ്റ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാരണം ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫോൺ വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. സോ വെൽക്കം. സോ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ UK ബേസ്ഡ് CV അല്ലെങ്കിൽ എവിടത്തേക്കാണെങ്കിലും ഒരു പെർഫെക്റ്റ് CV അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമാറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. നമ്മൾ CV എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു CV പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആ ഒരു വേർഡ് ഡോക്യുമെൻ്റ് എടുക്കുക, ഫസ്റ്റ് തന്നെ CV അല്ലെങ്കിൽ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ എന്നൊരു ഹെഡിങ് കൊടുക്കും അല്ലേ? സോ ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ എ പ്രൊഫഷണൽ CV ഷുഡ് ബി. നമ്മുടെ ഹെഡിങ് ഒരിക്കലും CV എന്നായിരിക്കരുത്. ഇൻസ്റ്റെഡ് യു ക്യാൻ പുട്ട് യുവർ നെയിം. ഇപ്പം എൻ്റെ CVയിൽ എസ്റ്റർ എബ്രഹാം, മൈ നെയിം വുഡ് ബി കമ്മിങ് ഫസ്റ്റ്. അതിൻ്റെ തൊട്ട് താഴെ സെൻറ്ററിൽ തന്നെയായിട്ട് നമ്മുടെ ഇമെയിൽ ID ഓർ യുവർ കോൺടാക്ട് നമ്പർ വിൽ ഗോ ദർ. ദാറ്റ് വിൽ ബി യുവർ ഹെഡിങ്. അതായിരിക്കണം ഹെഡിങ്. അല്ലാതെ നമ്മൾ റെസ്യൂമേ CV എന്നൊരു ഹെഡിങ് കൊടുക്കില്ല. പിന്നെ ആ ഒരു പാർട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് എ CV, ദറ്റ് ഇസ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ CV, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും. ലൈക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ വിസ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ജോബ് സ്റ്റേറ്റസ്, ഓൾ സച്ച് തിങ്സ് ഷുഡ് ബി മെൻഷൻഡ്. ചില സ്ഥലങ്ങളിൽ CVയുടെ കൂടെ നമ്മുടെ BRB നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദി റിക്രൂട്ടേഴ്സ് നീഡ്സ് യു ക്യാൻ മേക്ക് ചേഞ്ചസ്. സോ അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊടുക്കണം. ലൈക്ക് യുവർ വാട്ട് യു സേ, ഇങ്ങനത്തെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. പക്ഷെ UK നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യം, നാട്ടിലത്തെ പോലെ ഇവിടെ മേരിറ്റൽ സ്റ്റേറ്റസോ അല്ലെങ്കിൽ ജെൻഡറോ നോട്ട് ഈവൻ യുവർ ഫോട്ടോ, ഇതൊന്നും നമ്മൾ CVയിൽ ഇടാറില്ല. ഇതൊന്നും ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ജെൻഡർ ഓർ ഇറ്റ്സ് നോട്ട് യുവർ ഔട്ട്ലുക്ക് ദറ്റ് ഷുഡ് ഡിഫൈൻ യു അല്ലേ? നമ്മളൊരു പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പം ഓക്കെ ഈ കൊച്ചിനെ കാണാൻ കൊള്ളാം എന്നുള്ള ബേസിസിലല്ലല്ലോ നമ്മളൊരു ജോലി കൊടുക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ സ്കിൽസ്. സോ ബേസിക്കലി നമ്മൾ ജെൻഡർ ഒന്നും UK CVസിലില്ല, നോട്ട് ഈവൻ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ബിക്കോസ് നൺ ഓഫ് ഇറ്റ് ഡിഫൈൻസ് യു. സോ UK ഒരാളാണ് CV ഉണ്ടാക്കുന്നതെങ്കിൽ ജെൻഡറോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും ആഡ് ചെയ്യണ്ട. ഇഫ് യുവർ റിക്രൂട്ടർ നീഡ്സ് ടു നോ ദറ്റ് യു ക്യാൻ ടെൽ ഇറ്റ്. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ CVയിൽ ആ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, സോ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. സോ ക്വാളിഫിക്കേഷൻ എഴുതുമ്പം ഞാൻ കണ്ടിട്ടുള്ള കുറേ CVസിൽ വരാറുള്ളത്, അവർ ഏറ്റവും ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ അല്ല മെൻഷൻ ചെയ്യുക, മറിച്ച് അവരുടെ 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്യുക. ദറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി. നമ്മുടെ ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. അതായത് ഞാനിപ്പോൾ റീസെൻ്റ്ലി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഫസ്റ്റ് വരേണ്ട ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ആണ്, പിന്നെ ബാച്ചിലേഴ്സ്, പിന്നെ 12th, ദെൻ 10th. ആ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. അല്ലാതെ ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞതല്ല ഏറ്റവും ഫസ്റ്റ് ഇടേണ്ടത്. യുവർ ലേറ്റസ്റ്റ് വൺ ഷുഡ് കം ഫസ്റ്റ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ വെക്കുമ്പം നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓവറോൾ ഗ്രേഡാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഡിഗ്രിക്ക് എനിക്ക് ഓവറോൾ 8.5 CGPA ഉണ്ട്, അല്ലെങ്കിൽ A ഗ്രേഡാണ് ഓവറോൾ എന്നുള്ളത്. അല്ലാതെ ഓരോ മൊഡ്യൂളിനും എത്ര കിട്ടി എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഡ്യൂറിങ് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് നമ്മളൊക്കെ റിസർച്ച് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോജക്റ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇഫ് യു വാണ്ട് യു ക്യാൻ മെൻഷൻ യുവർ റിസർച്ച് പ്രോജക്റ്റ് ആസ് എ സെപ്പറേറ്റ് ഓർ എ ഡിഫറെൻറ്റ് കാറ്റഗറി. പക്ഷേ ഇറ്റ് ഷുഡൻ ബി ലെങ്തി. അത് ലെങ്തി ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെങ്തി CVs അധികം ആരും നോക്കില്ല. എവറിബഡി ഫോക്കസസ് ഓൺ ദ മേജർ പാർട്ട് ഓഫ് യുവർ CV. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഗ്രേഡ് മെൻഷൻ ചെയ്യുക, ഫ്രം ദ ലേറ്റസ്റ്റ് ടു ദ മോസ്റ്റ് ടു ദ ഫസ്റ്റ് വൺ. അങ്ങനെ ആയിരിക്കണം. ലേറ്റസ്റ്റിൽ നിന്ന് ഏറ്റവും ആദ്യത്തേലേക്ക് പോകണം, അല്ലാതെ ഏറ്റവും ആദ്യത്തേതിൽ നിന്ന് ലേറ്റസ്റ്റിലേക്ക് ആവരുത്. ഓക്കെ, ആൻഡ് മേജർ മോഡ്യൂൾസ്. ഇപ്പം MSCയിൽ എനിക്ക് വരുന്ന പേപ്പേഴ്സ് ആ ലൈക്ക് റിസർച്ച് മെത്തേഡ്സ്, ബയോ എത്തിക്സ്, മെഡിക്കൽ മൈക്രോബയോളജി, അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ. ഇപ്പം മേജർ പേപ്പേഴ്സ് ഏതൊക്കെ കവർ ചെയ്തു എന്നുള്ളതും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാറ്റഗറിയിൽ വെച്ചാൽ നല്ലതായിരിക്കും.
നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യുവർ വർക്ക് എക്സ്പീരിയൻസ്. ഒരു റെസ്യൂമിൽ നമ്മൾ ഒരിക്കലും വർക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മറക്കരുത്. അതൊരു ചെറിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇറ്റ് ആഡ്സ് അപ്പ് ടു യുവർ സ്കിൽസ്. സോ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും മോസ്റ്റ് റീസെൻറ്റിൽ നിന്നുള്ളത് മെൻഷൻ ചെയ്യണം. എന്തായിരുന്നു ജോലി, അവിടെ നമ്മുടെ പൊസിഷൻ എന്തായിരുന്നു. ഇപ്പം നമ്മളൊരു KFC-യിലായിരുന്നു നമ്മൾ ജോലി ചെയ്തിരുന്നെങ്കിൽ യു ക്യാൻ മെൻഷൻ ഓക്കെ ഐ വാസ് എ കിച്ചൺ ടീം മെമ്പർ ഇൻ KFC. അപ്പം KFC-യിലായിരുന്നു, അവിടുത്തെ റോൾ എന്തായിരുന്നു, കിച്ചൺ ടീം മെമ്പർ. സോ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തത്, അവിടെ നമ്മുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് മേജറായി ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കണം. ലെങ്തി എക്സ്പ്ലനേഷൻ അല്ല, അഗെയിൻ കട്ട് ഇറ്റ് ഷോർട്ട് ദാറ്റ് ദ റിക്രൂട്ടർ ഗെറ്റ്സ് ടു നോ വാട്ട് യു ആർ ഡൂയിങ്. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എല്ലാം മെൻഷൻ ചെയ്യുക. എവിടെയൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഒക്കെ മെൻഷൻ ചെയ്യുക. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അത് ഇന്റേൺഷിപ്പ് ആയിരുന്നു എന്നുള്ളതും മെൻഷൻ ചെയ്യുക. ഇറ്റ് ഷുഡ് ബി റിലവൻറ്റ് ടു യുവർ CV. ഇപ്പം ഒരു സയൻറ്റിഫിക് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ KFC ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് CV-യിൽ വരണം എന്നുള്ള കാര്യമില്ല. KFC ജോലി ചെയ്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്കിൽസ്, നമ്മുടെ സയൻറ്റിഫിക് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദറ്റ്സ് ഫൈൻ. അതർവൈസ് ഇറെലവൻറ്റ് കണ്ടന്റ് CV-യിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. സോ വർക്ക് എക്സ്പീരിയൻസ് ഇസ് എ മസ്റ്റ് തിങ്. ആൻഡ് എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ചെയ്യുക. ബിക്കോസ് ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ഓ എനിക്കതൊക്കെ ചെയ്യായിരുന്നുള്ളത്. സോ CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഡേ യു വിൽ ഗെറ്റ് എ ഗുഡ് വൺ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എനിക്ക് കുറച്ചുകൂടി ചെയ്യായിരുന്നു. So experience, that's one of the major thing that you should keep in your mind while designing your CV. അടുത്തത് ഓപ്ഷണൽ ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഇൻക്ലൂഡ് ഇറ്റ് ഇൻ യുവർ CV. ദറ്റ്സ് യുവർ അച്ചീവ്മെന്റ്സ്. ഇപ്പം നമ്മളൊരു സ്പോർട്സ് താരമായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അതിലൊക്കെ നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് നമുക്ക് മെൻഷൻ ചെയ്യാം. ബട്ട് ഇറ്റ്സ് ഓപ്ഷണൽ ബിക്കോസ് ഒരു പ്രൊഫഷണൽ CV ആണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ അച്ചീവ്മെന്റ്സിന് റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. സോ ഇറ്റ്സ് ഓപ്ഷണൽ, ഇറ്റ്സ് അപ് ടു യു. അച്ചീവ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇടാം. ഇപ്പം വല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് വർക്കർ അവാർഡ് അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഫീൽ ദറ്റ് ഇറ്റ് ഇസ് റെലവൻറ്റ് ടു യുവർ CV യു ക്യാൻ ആഡ്. ബട്ട് അതർവൈസ് ഓപ്ഷണലാണ്, വേണേ മതി. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും വോളണ്ടറി വർക്ക്സിന് പോയിട്ടുണ്ടെങ്കിൽ. വോളണ്ടറി വർക്ക്സ് ഫോർ എക്സാമ്പിൾ ഇപ്പം നാട്ടിലത്തെ പറയുകയാണെങ്കിൽ നാട്ടിലത്തെ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വോളണ്ടറി വർക്കിന് പോയിട്ടുണ്ട്. അതിന് പ്രൂഫ് ഉണ്ട് നമ്മുടെ കയ്യിലെന്നുള്ള രീതിയിൽ ഉള്ള വർക്ക്സൊക്കെ നമുക്ക് വേണമെങ്കിൽ CV-യിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് ദാറ്റ്സ് ഓൾസോ ഓപ്ഷണൽ, നമുക്ക് വേണമെങ്കിൽ മതി. അതൊരു റിക്വയർഡ് കാറ്റഗറി അല്ല. റിക്വയർഡ് കാറ്റഗറിയിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും വർക്ക് എക്സ്പീരിയൻസും ഒക്കെ. സോ അച്ചീവ്മെന്റ്സ് ആൻഡ് യുവർ ഓർഗനൈസേഷണൽ സ്കിൽസ് ഇതൊക്കെ ഓപ്ഷണലാണ്. CV-യിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ് അങ്ങനത്തെയൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിത്തത്തിലൂടെയും വർക്ക് എക്സ്പീരിയൻസിലൂടെയും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സ്കിൽസ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് മെൻഷൻ ചെയ്യാം, ലൈക്ക് ഞാൻ മൈക്രോബയോളജി ഫീൽഡിൽ നിന്ന് ആയതുകൊണ്ട് എനിക്ക് ഫോക്കസിങ് മൈക്രോസ്കോപ്പ് അതിൽ ഞാൻ ഭയങ്കര സ്കിൽഫുൾ ആണെന്ന് പറയാം. അല്ലെങ്കിൽ പിപ്പറ്റിങ് ഞാൻ ഭയങ്കര സ്കിൽഡ് ആണെന്ന് പറയാം. അതായത് നമ്മുടെ ജോബ് പൊസിഷനിലോട്ട് നമ്മൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് സ്കിൽസ്, അതാണ് ഹാർഡ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് ഇസ് ദ അതർ സ്കിൽസ് ദറ്റ് യു പൊസസ് ആസ് എൻ ഇൻഡിവിജ്വൽ. അതായത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാനൊരു നല്ല ടീം ലീഡർ ആയിരിക്കും, I'll be a very good co-worker with the other workers എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സോഫ്റ്റ് സ്കിൽസ്. ആൻഡ് ദ അതർ ഇസ് ഹാർഡ് സ്കിൽസ്. അത് CV-യിൽ മെൻഷൻ ചെയ്താൽ there is a very good probability for you to be shortlisted, കാരണം that defines you. So the last thing that comes in a CV building is references. മിനിമം 2 റെഫറൻസെങ്കിലും നമ്മൾ വെക്കണം. റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിലെ നമ്മുടെ ഹെഡോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡോ അവരൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി റെഫറൻസസ് ആയിട്ട് വെക്കുക. സോ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം ഫസ്റ്റ് തിങ് യു ഷുഡ് മെൻഷൻ ഇസ് യുവർ നെയിം, അവരുടെ ഫുൾ നെയിം. ദെൻ ഡെസിഗ്നേഷൻ, ഇപ്പോൾ HOD ആണെങ്കിൽ HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് whatever. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇമെയിൽ ID ആൻഡ് കോൺടാക്ട് നമ്പർ. ആൻഡ് ആഫ്റ്റർ ദറ്റ് കംസ് ദെയർ അഡ്രസ്. യൂഷ്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സാണ് നമ്മളുടെ ഹോം അഡ്രസ്സ് അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഡ്രസ്സ്. നമ്മുടെ HOD ആണെങ്കിൽ ഓക്കെ നോട്ടിംഗം ട്രെൻറ്റ് യൂണിവേഴ്സിറ്റി, ക്ലിഫ്റ്റൺ, നോട്ടിംഗം, യുണൈറ്റഡ് കിങ്ഡം, അങ്ങനെ ആ ഒരു പോസ്റ്റ് കോഡൊക്കെ വെച്ച് അത് ക്ലോസ് ചെയ്യുക. സോ 2 റെഫറൻസ് എങ്കിലും വെക്കുക. ആൻഡ് നമ്മൾ ആരെയാണോ റെഫറൻസ് വെക്കുന്നത് ദേ ഷുഡ് ബി അവെയർ ദറ്റ് യു കീപ്പിംഗ് ദം ആസ് യുവർ റെഫറൻസ്. സോ അവരെ റിക്രൂട്ടേഴ്സ് ഫ്യൂച്ചറിൽ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ അത് ഒന്ന് മുന്നേ അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്, ദേ മൈ കോൺടാക്ട് യു സൂൺ എന്നുള്ള രീതിയിൽ.
സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ CV ബിൽഡ് ചെയ്യുമ്പം കറക്റ്റ് പക്ക ഓർത്ത് വെക്കുക. ഇനി നമ്മൾ CV ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. CV പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഐ എന്നുള്ള വാക്ക് യൂസ് ചെയ്യരുത്. ഞാൻ, ഐ, ആ ഒരു വേർഡ് എപ്പോഴും വരുമ്പം ഇറ്റ് ലുക്സ് വെരി വിയേർഡ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഐ ഹാഡ് ഡിഡ് ദിസ്, ഐ ഹാഡ് ഡിഡ് ദാറ്റ്, ഐ ഹാവ് ഗോൺ ദെയർ, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഐ വേർഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടാണ് അപ്പിയർ ചെയ്യുക. സോ ഡോണ്ട് യൂസ് ഐ. ആൻഡ് യുവർ CV ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. അതായത് വർക്ക്ഡ് ഫോർ സോ ആൻഡ് സോ കമ്പനി, കൊലാബറേറ്റഡ് വിത്ത് സോ ആൻഡ് സോ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ടെൻസ് പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. അത് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആവരുത്, പാസ്റ്റ് ടെൻസിലായിരിക്കണം. ബിക്കോസ് യു ഹവ് ഓൾറെഡി ഡൺ ദാറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഐ എം കറൻ്റ്ലി വർക്കിംഗ് ഓൺ മൈ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് എന്നൊക്കെ പറയാം. ബട്ട് അതർവൈസ് എവറിഥിങ് ഗോസ് ടു പാസ്റ്റ് ടെൻസ്. പിന്നെ നമ്മുടെ ഫോണ്ട്, നമ്മൾ വേർഡ് ഫോമാറ്റിൽ ഫോണ്ടിൽ അത് ചെയ്യുമ്പം കാലിബ്രി, തഹോമ, വേർഡാന ഫോൺസ് ആണ് ഏറ്റവും കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് വിത്ത് ഫോൺ സൈസ് 11. സോ ഇത് മനസ്സിൽ വെക്കുക CV പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ. അതുപോലെ തന്നെ ഇറ്റാലിസൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ പ്രോജക്ട്സിലൊക്കെ വല്ല സയൻറ്റിഫിക് നെയിംസും വരികയാണെങ്കിൽ ഇറ്റാലിസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇറ്റാലിക്സ് വേണ്ട. ആൻഡ് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നരുത്. റെസ്യൂം നോക്കുമ്പോൾ തന്നെ അയ്യോ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തോന്നരുത്. അത്ര ബൾക്കി ആവാൻ പാടില്ല. റെലവെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ആഡ് ചെയ്യുക. ഇഫ് യു ഫീൽ ദറ്റ് ദീസ് സ്കിൽസ് ആർ നോട്ട് നീഡഡ് ഫോർ ദിസ് പൊസിഷൻ, അത് വേണ്ട. ബിക്കോസ് UK പൊതുവെ 2-paged CVs പ്രിഫർ ചെയ്യുന്നത്. 2 ഭാഗം മതി അവർക്ക്. ആ ഒരു 2 പേജിൽ നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും സ്കിൽസും അവർക്ക് കാണാൻ പറ്റണം. സോ കട്ടിങ് ഷോർട്ട് യുവർ ലൈഫ് ടു 2 pages ഇസ് എ ടാസ്ക് ആൻഡ് ദാറ്റ്സ് എ ടാലൻറ്റ്. സോ മാക്സിമം റെസ്യൂമെ ചുരുക്കാൻ നോക്കുക. കാരണം അതൊരു ഒന്നെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ വായിച്ച് നോക്കുമ്പോൾ അവർക്ക് കുഞ്ഞു ഡീറ്റെയിൽസ് മതി. സോ ഗിവ് ദം ദ ഡീറ്റെയിൽസ് ദാറ്റ് ദേ നീഡ് ഇൻ 2 pages. കുറേ പാരഗ്രാഫ്സ് ഒന്നും എഴുതിയിട്ട് കാര്യമില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഓൾ ദറ്റ് മാറ്റേഴ്സ് ഇസ് ഹൂ യു ആർ ആൻഡ് വാട്ട് യു ഡിഡ്. സോ ഇത്രയും കാര്യങ്ങൾ CV ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കുക. ഇനി എന്തെങ്കിലും ടിപ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതൊക്കെ ഇടുന്നതായിരിക്കും. ഐ ഹോപ്പ് ദിസ് ഹെൽപ് യു അ ലോട്ട്. ആൻഡ് ബിഫോർ ഡൂയിങ് എനിത്തിങ് സ്റ്റാർട്ട് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നമുക്ക് ഇൻസ്റ്റഗ്രാമിലും എവിടെയൊക്കെ അക്കൗണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട്. ആ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നമ്മൾ പ്രൊഫഷണലി ആരാണെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മുടെ വർക്ക്സ് നമുക്ക് പബ്ലിസൈസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് കാണാൻ പറ്റും. റിക്രൂട്ടേഴ്സും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുന്ന ഒരു സൈറ്റാണ് ലിങ്ക്ഡിൻ. സോ ക്രിയേറ്റ് എ വെരി ഗുഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു അ ലോട്ട്. വലിയ കമ്പനീസൊക്കെ കുറേ ജോബ് പൊസിഷൻസും വേക്കൻസീസും ഒക്കെ ലിങ്ക്ഡിനിലാണ് ഇടുക. സോ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. സോ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ വേഗം ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ URL-ഉം അതിൻ്റെ കാര്യങ്ങളൊക്കെ CVയിൽ ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ഡു മോർ ഹെൽപ്പ് ഫോർ യു. സോ ഇനി പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ